ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇന്ന് അവസാനമായിട്ട് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സച്ചി സത്യങ്ങളൊക്കെ അറിയുകയാണ്. ശരത്തിന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല. അവൻ ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു മാഫിയയുടെ പിടിയിൽ തന്നെയാണ്. അപ്പം അതിൽ കൂടി നമ്മുടെ ശരത്തിനില്ലാത്ത സ്വഭാവങ്ങളൊന്നുമില്ല. ഇപ്പം മോഷണം, അതുപോലെ തന്നെ മോഷണം, പിന്നെയും കുറേ വേറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലഹരിയോ കഞ്ചാവോ ഒക്കെ ആ ഒരു വിൽപ്പനയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അകപ്പെട്ടി കിടക്കുകയാണ് നമ്മുടെ ശരത്ത്. അപ്പൊ ശരത്തിനെ രക്ഷിക്കുക എന്നത് സച്ചിയുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് സച്ചി എന്താണ് ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോടൊക്കെ പറയാൻ വേണ്ടി നേരെ രേവതിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞില്ല. പറയുന്നതിന് മുമ്പായിട്ട് ശരത്ത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ശരത്തിനെ കുറിച്ച് ലക്ഷ്മിക്കും ദേവുവിനുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. കാരണം തോരാതെ തൻ്റെ മകനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷങ്ങൾ. സച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ശരത്തിനെ കുറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു അഭിമാനമൊക്കെ പോയി അവിടെ നമ്മുടെ ലക്ഷ്മി തകർന്നു പോകുമെന്ന് സച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സച്ചി പറയാൻ വന്ന കാര്യം പറയാതെ തിരികെ പോവാണ് കേട്ടോ. അപ്പൊ സച്ചി പറയണം എന്നൊക്കെ ഓർത്ത് തന്നെയാണ് വന്നത്. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ല. വേറൊന്നുമല്ല, ശരത്തിന്റെ ഒരു അന്നൊരു മോഷണ കേസിന്റെ ആ ഒരു ഇതുമായിട്ട് അകപ്പെട്ടിട്ടാണ് അന്ന് ശരത്തിന്റെ അച്ഛൻ, അതായത് രേവതിയുടെ ശരത്തിന്റെ ദേവിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇനി അങ്ങനെ ഒന്നും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി സംസാരിക്കുകയും പിന്നെ എൻ്റെ മകൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, അവനിപ്പോ എല്ലാം കണ്ടറിഞ്ഞ് തന്നെയാണ് വളരുന്നത്, അവന് ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതുപോലെ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് വീട്ടില് ചെലവിന് കൊണ്ട് തരുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഒരു അമ്മയ്ക്ക് എന്താണ് അഭിമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മീനെ സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാനോ തകർക്കാനോ നമ്മുടെ സച്ചിക്ക് തോന്നിയില്ല. അതുകൊണ്ട് സച്ചി അവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ദേവുവിനൊരു ചെറിയൊരു സംശയം തോന്നിട്ട് ദേവി ചോദിച്ചു, എന്താ ശരത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചത്, ശരത്തിനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചത്, എന്താ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവുവിനോട് പറയുന്നുണ്ട്, ഹേ പ്രശ്നമൊന്നുമില്ല, ഞാൻ ചുമ്മാ അവനെ കാണാത്തോണ്ട് അങ്ങ് തിരക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇതേ സമയം കാണിക്കുന്ന സീന് മഹേഷിന്റെ കയ്യിലാണ് 5 പൈസയില്ല. സച്ചിക്കാണെങ്കിൽ ആദ്യം താലി മേടിക്കാൻ വേണ്ടി പൈസ ചിട്ടി അത് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത് രവീന്ദ്രൻ അസുഖമായിട്ട് കിടന്നപ്പോൾ മഹേഷ് പൈസ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ പലിശ അടയ്ക്കാനുള്ള പൈസ മഹേഷിന്റെ കയ്യിലില്ല. പക്ഷെ പലിശക്കാരങ്ങനെയൊന്നും ഓർക്കുമല്ലോ, പലിശക്കാര് കുത്തിന് പിടിച്ചാണെങ്കിലും പലിശ മേടിക്കും. അങ്ങനെ പലിശ മേടിക്കാൻ വേണ്ടി വരുന്നത് ശരത്തും ശരത്തിന്റെ കൂട്ടുകാരനും തന്നെയാണ്. പലിശ മേടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എന്നാ പിന്നെ പലിശ ഇല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകുക പറഞ്ഞ് താക്കോല് പിടിച്ചു മേടിക്കാം. അപ്പം മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ കഞ്ഞികുടിയാണിത്, മുട്ടിക്കരുത് പ്ലീസ്, ഞാൻ കാല് പിടിക്കുകയാണ്, പിന്നെ ഞാൻ ഇനി ഇപ്പം പലിശ അടയ്ക്കണമെങ്കിലും എനിക്ക് വണ്ടി വേണമല്ലോ, അപ്പം അതുകൊണ്ട് കൊണ്ടുപോകരുത്, കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ കേട്ടില്ല. ശരത്തിന്റെ കൂടെ വന്ന അയാള് താക്കോല് പിടിച്ചു മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം വണ്ടി തന്നു വിടാൻ പ്രയാസമാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ തന്റെ ഭാര്യനെ തന്നു വിടാൻ പറഞ്ഞു. ഇത് കേട്ടത് മഹേഷ് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിരും അടിയായി. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, ഇന്നലത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി ആ സ്പോട്ടിൽ വരികയും സച്ചി ലാസ്റ്റ് ഇവന്മാർക്കിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം മഹേഷിനെ തല്ലിയ സച്ചി സഹിക്കും. ഒന്നാമത് ശരത്തിനോടുള്ള ദേഷ്യം, ശരത്തും കൂടി അവിടെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത്, ശരത്തും മഹേഷിനെ തല്ലുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും സച്ചിക്ക് സഹിച്ചില്ല. ഒന്നാമത് ശരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ കിടക്കല്ലേ, 2 കൊടുക്കണമെന്ന് തന്നെ ഓർത്തിട്ടാണ് സച്ചി ഇരുന്നത്. കിട്ടിയ അവസരം പാഴാക്കില്ല, കൂട്ടത്തെന്ന് വെച്ചാൽ കൈ അങ്ങോട്ട് തിരിച്ചു മടക്കി അങ്ങോട്ട് ഓടിച്ചു വിട്ടു. എന്ത് ചെയ്യാനാണ്, സച്ചിയല്ലേ ചെയ്തത്, തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വന്തം സഹോദരിയുടെ ഭർത്താവല്ലേ. പിന്നെ തിരിച്ചു ചെയ്യാനുള്ള സമയം നമ്മുടെ സച്ചി കൊടുത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ തിരിച്ച് ഓടിച്ചു തന്നെയാണ് വിട്ടത്. ഏതായാലും ഈ സമയത്ത് മഹേഷിന് ഭയങ്കര വിഷമം. മഹേഷ് പറഞ്ഞു, എന്തിനാടാ ഞാൻ കാരണം നീ നിന്റെ കുടുംബത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത്, വേണ്ടായിരുന്നു സച്ചി എന്ന് പറഞ്ഞപ്പോ പിന്നെ വേണ്ടായിരുന്നു, അവനെ ആരാ സാധനം ഓർത്തോണ്ടാ, അവനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല, അവനെ ഇച്ചിരി അഹങ്കാരം കൂടുതലാ, കൂട്ടുകെട്ടും കൂടുതലാ, അതെല്ലാം ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിലും നിന്നെ അടിക്കാൻ അവന്റെ കൈ പൊങ്ങിയല്ലേ, ആ കൈ വെട്ടിക്കളയുമായിരുന്നു ചെയ്യേണ്ടത്. എടാ എങ്കിലും നീ എന്തിനാടാ ആ പൈസ അപ്പൊ തന്നത്, വെറുതെ നീ ഇപ്പം പ്രശ്നത്തിൽ ചെന്ന് അകപ്പെട്ടില്ലേ,
നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം, ഞാൻ നിനക്ക് തരാം എന്നിങ്ങനെ മഹേഷിനോട് പറയപ്പോൾ മഹേഷ് പറഞ്ഞു, അതൊന്നും നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് സിമ്പിൾ കേസായിട്ട് മഹേഷ് അങ്ങ് വിടുകയാണ്. പക്ഷേ നമ്മുടെ ശരത്തിന് പ്രശ്നം സീരിയസ് ആണ് കേട്ടോ. അപ്പൊ ശരത്തിന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകാതെ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ശരത്തിന്റെ കൂട്ടുകാരൻ നേരെ വീട്ടിൽ കൊണ്ടുവിടുക. അപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിയും ദേവവും കാണുന്ന ശരത്തിന്റെ കൈയും ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. കിടന്ന് കാറ് കൂവി കയറി വരിക ശരത്ത്. ആകെപ്പാടെ വെപ്രാളപ്പെട്ടു പോയി. അമ്മയും അനീത്തിയല്ലേ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, എന്താടാ മോനെ നിനക്ക് പറ്റിയത്, ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ബൈക്കിൽ നിന്ന് വീണാന്ന് പറഞ്ഞു. അപ്പം ദേവു പറഞ്ഞു, ഇവനോട് ബൈക്ക് എടുത്തോണ്ട് പോകരുതെന്ന് പറഞ്ഞ് ഇവൻ കേൾക്കത്തില്ല. കണ്ട ചെറുക്കന്മാരുടെ ബൈക്കിൽ കയറി അവൻ നടക്കാണ്. എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ കൈ പോയതെന്ന് പറഞ്ഞിട്ട്, എന്താണ് പ്രശ്നം, വല്ല കാര്യമായിട്ട് വല്ല സംഭവിച്ചോന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാതെ ശരിയാവില്ലെന്ന് പറയാം, അത്രമാത്രം വേദനയുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ ശരത്തിനെയും കൂട്ടിക്കൊണ്ട്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ, അതും കൈ നന്നായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതേ സാറേ ഞാൻ ബൈക്കിൽ നിന്ന് വീണതാന്ന് പറഞ്ഞു. അപ്പം ലക്ഷ്മിയും ദേവും പറഞ്ഞു, അതേ ഡോക്ടറെ ബൈക്കിൽ നിന്ന് വീണതാന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് ഇയാളൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കും, ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൈ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി, വേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഡോക്ടർ ചോദിച്ചു, ഏത് സൈഡിലേക്കാണ് വീണത്, എങ്ങനെയാ വീണത്, റോഡിൽ വീണെങ്കിൽ വേറെ എന്തെങ്കിലും പരിക്ക് കാണണമല്ലോ, ഇപ്പൊ വേറൊരു പരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് പിന്നെ ഞാൻ സൈഡിലേക്ക് ചരിയുകയോ ചെയ്ത് ആ വണ്ടിയിൽ തട്ടി അങ്ങ് നിന്നു, കൈ അങ്ങോട്ട് ഇടയ്ക്കായി പോയി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ തട്ടി മുട്ടിയൊക്കെ നമ്മുടെ ശരത്ത് ഡോക്ടറെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചു. ഏതായാലും ഡോക്ടർ പറഞ്ഞു, ഏതായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ, നല്ല വേദനയുണ്ട്, നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ രേവതിനെ വിളിച്ച് വിവരം അറിയിച്ചു. രേവതി ഇവിടെ എത്തി കേട്ടോ. രേവതി ഇവിടെ എത്തി, കാർ കൂവി വിളിച്ചതാണ് രേവതി വരുന്നത്. അപ്പൊ രേവതി ആണെങ്കിൽ വന്നു കഴിഞ്ഞു. ശരത്തിനെ കണ്ടിട്ട് രേവതി വഴക്ക് പറയും, നീ എന്തിനാടാ ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, നീ എന്തിനാ ഇപ്പം ഈ ഒരു ബൈക്കും എടുത്തുകൊണ്ട് കൂട്ടുകാരന്മാരുടെ കൂടെ കറങ്ങാൻ പോകുന്നത്, നിനക്ക് നടന്നു പോയാൽ പോരെ, ബസ്സിന് പോയാൽ പോരെ, ഓട്ടോയ്ക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. വെറുതെ ഓരോന്നും നിനക്ക് വരുത്തി വെക്കാൻ എളുപ്പമാണ്, ഇതിപ്പം എത്ര രൂപയാവും എന്നൊക്കെ ഓർത്താന്ന് പറയുമ്പോൾ, ചേച്ചി പൈസയുടെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പൈസ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. എടാ പൈസ പോകുന്നതിലല്ലടാ, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഒരു ആൺതുണയുണ്ടോ വീട്ടില്, നീ അല്ലേ ഉള്ളൂ, അച്ഛനോ പോയി, നീ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, അതും കൊണ്ടൊക്കെയല്ലേ, അത് പൈസയുടെ കാര്യം പോട്ടെ. അപ്പം പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, അല്ല സച്ചിനെ വിളിച്ചോ, സച്ചിയോട് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം പെട്ടെന്ന് നമ്മുടെ ശരത്ത് ഞെട്ടിക്കിടക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ഇവർ അറിയുമെന്നൊന്നും അറിയില്ലല്ലോ, സച്ചിയാണ് ഈ തിരിച്ചു വെച്ചിരിക്കുന്നതെന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ സച്ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, വരുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്തും പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം പിന്നെ നമ്മുടെ രേവതിനല്ല, സോറി, ചന്ദ്രനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ എങ്ങനെ ഇനി നമ്മുടെ രേവതിയുടെ പൂക്കട നശിപ്പിക്കും, എങ്ങനെയാണ് രേവതിയുടെ പൂക്കട അവിടെ നിന്ന് ഒഴിച്ചു മാറ്റുക, അത് കണ്ടിട്ടാണ് ഒരു സമാധാനം കിട്ടുന്നുമില്ല. രേവതിക്കാണെങ്കിൽ നല്ല കച്ചവടമുണ്ട്, കച്ചവടമില്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ രേവതിനെ എങ്ങനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഓർത്ത് വേറൊരാളും കൂടെ നടപ്പുണ്ടല്ലോ, ശ്രുതി. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പ്ലാനൊക്കെ നടത്തുകയാണ്, വേറൊന്നുമല്ല. അപ്പൊ നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു, മോളെ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, വെച്ചടി കീറും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ആ പൂക്കട അവിടെ നിന്ന് ഒഴിവാക്കണം, ഈ പൂക്കട ഇവിടെ ഇരിക്കുന്നതേ നാണക്കേടാന്ന് പറഞ്ഞപ്പം, അത് പിന്നെ എന്താ ചെയ്യുക, ഇപ്പം അതിന് ഒരു വഴിയും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, നമുക്ക് എന്തെങ്കിലും ശ്രമിക്കാമേ, കാരണം ഇവിടെ അവള് പൂക്കച്ചവടം നടന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സമാധാനമല്ലേ നഷ്ടപ്പെടുന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മയുടെ സമാധാനമല്ലേ നഷ്ടപ്പെടുന്നത്, പക്ഷെ രേവതിക്കും പ്രശ്നമാണ് കേട്ടോ, അല്ല രേവതിക്കല്ല ശ്രുതിക്കും പ്രശ്നമാണ് കേട്ടോ. കാരണം ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഞാനും ആഗ്രഹിക്കുന്നത് ഈ പൂക്കടയൊക്കെ നിർത്തിയിട്ട് അവൾ ഇവിടുന്ന് പോകണം, സച്ചി രേവതി ഇവിടുന്ന് പോകണം, അവരിവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് അമ്മയുടെ ആൻറ്റിയുടെ കൂടി എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയക്കണമെന്ന ആ ഒരു ചിന്തയിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. ഇടയ്ക്ക് പേര് മാറിപ്പോകുന്നുണ്ട്, ഒരു തപ്പൽ വരുന്നുണ്ട്, ആകെ മൊത്തം കൺഫ്യൂഷനായിട്ടോ. ഒന്നാമതുണ്ടല്ലോ, നമ്മൾ ഈ രണ്ട് സൈഡ് വേദന എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, അപ്പൊ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഇതിനിടയിൽ നമ്മുടെ രേവതി സച്ചിനെ കാണുന്നില്ലല്ലോ, അപ്പം സച്ചിനെ വിളിക്കുകയാണ്, സച്ചേട്ടൻ എവിടെയാ, സച്ചേട്ടൻ എന്താ ഇതുവരെ വരാത്തത്, ഇവിടെ ഇത് ശരത്ത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, ഇങ്ങോട്ട് എന്താ വരാത്തതെന്ന് ചോദിക്കപ്പോഴത്തേക്കും, അവനെ ഹോസ്പിറ്റലില് ഞാന്
അവനെ കാണാൻ വരണോ അല്ലേ എന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് കട്ട് ചെയ്തു. രേവതിക്കൊന്നും പിടികിട്ടിയില്ല കേട്ടോ, ഇതെന്ത് പറ്റി സച്ചിയേട്ടൻ കട്ട് ചെയ്തത്, അതെന്താ പോലും എന്ന് രേവതിക്ക് മനസ്സിലായില്ല. ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. ശരത്തിനാണെങ്കിൽ നെഞ്ചെടുപ്പ്. ശരത്താണെങ്കിൽ പറയുന്നുണ്ട് രേവതിയോട്, വേണ്ട സച്ചേട്ടനോട് പറയണ്ട, സച്ചേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും ഇല്ലല്ലോ, വേണ്ട എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടി വായിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. രേവതിക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്ന്. അങ്ങനെ സച്ചി പറയുന്നതല്ലല്ലോ, സച്ചി ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ രേവതി വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഓടിയെത്തുന്നത് സച്ചിയാണ്. അപ്പൊ പിന്നെ സച്ചി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. പക്ഷെ കാര്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഏതായാലും ഇനിയിപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഈ പൈസ കുറച്ച് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ രേവതി അവിടുന്ന് നേരെ പോവുകയാണ്. ഏതായാലും സച്ചി രേവതിയോട് വിവരം പറയാതെ ഇരിക്കത്തില്ലല്ലോ, സച്ചി ഉറപ്പായിട്ട് രേവതിയോട് പറയും. കാരണം ഇത് രേവതി അറിയണം, ലക്ഷ്മിയോടോ ദേവുവിനോടോ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അവർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ശരത്ത്. അപ്പം ശരത്ത് ഇങ്ങനത്തെ ഒരു ലെവലിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഒരേ ഒരു മകനേ ഉള്ളൂ, ആറ്റുനോറ്റ് ഒരേ ഒരു മകനേ ഉള്ളൂ താനും. അവരിലാണ് നമ്മുടെ ലക്ഷ്മിയുടെ പ്രതീക്ഷ മുഴുവനും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഈ വിവരം അവരോട് പറയണ്ട, നമ്മുടെ രേവതിയും സച്ചിയും തന്നെ ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് കേട്ടോ. ഒരു ഞെട്ടലോട് കൂടിയാണ് നമ്മുടെ രേവതി ഇത് കേൾക്കുന്നത്. ചന്ദ്രയുടെ പൈസ ഒന്ന് മോഷണം പോയതും 1.5 ലക്ഷം രൂപ മോഷണം പോയതും അത് നമ്മുടെ ശരത്താണ് എടുത്തത്, ശരത്ത് ബൈക്കിൽ വന്ന് തട്ടിപ്പറിച്ചോണ്ട് ഓടിയ ഒരു കള്ളൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്കേ. അതുമല്ല ഇതൊക്കെ ചന്ദ്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് ഉണ്ടാകുന്ന അപമാനമേ. ഇതെല്ലാം കൂടെ നമ്മുടെ രേവതിയുടെ തലയിൽ ഇങ്ങ് കീറിയിട്ട് വല്ലാത്തൊരു ഷോക്കിൽ നിൽക്കുന്ന നമ്മുടെ രേവതി. സച്ചിക്ക് രേവതിനെ സമാധാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ. സച്ചിക്ക് ഇതിലെന്ത് ചെയ്യാൻ പറ്റും? സച്ചി പറയുകയും ചെയ്തു, അവന് കൈ പറ്റിയ അപകടം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇത് തന്നെയാണ്, ഞാൻ കൈപിടിച്ച് തിരിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു. നിനക്കതിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ ചെയ്തത് തന്നെയാണെന്ന് സച്ചി പറഞ്ഞു രേവതിയോട്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ഒരു സമനില തന്നെ തെറ്റിപ്പോവുകയാണ്. രേവതിക്ക് ഇനി എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് എങ്ങനെ പോകും? തൻ്റെ അനിയനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷയോടെ കൂടിയാണ്. സത്യം പറഞ്ഞാൽ രേവതിയോട് പ്രതീക്ഷയൊന്നുമില്ല. രേവതി അന്ന് തന്നെ അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ അനിയത്തി ഒരു നിലയിലെത്തണം, എൻ്റെ അനിയൻ ഒരു നിലയിലെത്തണം എന്നൊക്കെയാണ് രേവതിയുടെ ആഗ്രഹം. ഏതായാലും തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ശരത്ത് പൊട്ടിച്ചെറിഞ്ഞല്ലോ എന്ന് ഓർത്ത് വല്ലാതെ പൊട്ടി കരയുന്ന നമ്മുടെ രേവതി. ഏതായാലും ഇതെങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മുടെ രേവതി കൈകാര്യം ചെയ്യുന്ന രേവതിക്ക് തന്നെ അറിയില്ല. ഏതായാലും നമ്മുടെ സച്ചി രേവതിയുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ സച്ചി ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ബാക്കി കഥ നമുക്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷം ഒരു 6:53 ആകുമ്പോഴും പ്രമോ വിശേഷം ഒരു ഉച്ചയ്ക്കൊരു 1:45 ആകുമ്പോഴുമാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നീരൊക്കെ ചെറിയ കുറവുണ്ട് കേട്ടോ, നീരൊക്കെ പതുക്കെ വലിഞ്ഞിറങ്ങുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഏതായാലും ഒരു 7 ദിവസമൊക്കെ നിൽക്കുമായിരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. അതൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.